കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. സ്ഥലം മാറ്റിയ ജീവനക്കാരെ മെഡിക്കൽ കോളേജിൽ വീണ്ടും നിയമിച്ചതിലാണ് പ്രതിഷേധം. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് അതിജീവിത ആരോപിച്ചു. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് അതിജീവിതയെ അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ വകുപ്പ് തല അന്വേഷണത്തിന് ശേഷമാണ് 5 ജീവനക്കാരെ സ്ഥലം മാറ്റിയത്. ഇവർ തിരികെ എത്തിയതിലാണ് പ്രതിഷേധം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അതിജീവിത പ്രതിഷേധവുമായി എത്തി. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ്, നീതി വേണമെന്നും പ്രതികളെ പിരിച്ചുവിടണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട്, ആരോഗ്യമന്ത്രി, അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പൊ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അല്ല, ഞങ്ങള് പരാതി കൊടുത്തത് സർക്കാരിനാണ്. അപ്പൊ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത്? കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പൊ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് അറിയണം. എനിക്ക് എന്തായാലും ഇതിൽ നീതി കിട്ടണം. ഇതിൽ സത്യസന്ധമായ നീതി കിട്ടുന്നവരെ ഞാൻ സമരം ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച അതിജീവിതയെയും ആക്ഷൻ കമ്മിറ്റി നേതാവ് നൌഷാദ് തക്കീലിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രിൻസിപ്പളിന് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല. പ്രിൻസിപ്പൾ പറയുന്നതൊക്കെ മുകളിൽ നിന്ന് സർക്കാർ നിർദ്ദേശമാണ്, DMD നിർദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡർമാരായ NK ആസിയ, ഷൈനി ജോസ്, PE ഷൈമ, V ഷലൂജ, നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മാനോളി എന്നിവരാണ് തൃശൂർ, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ നിന്നായി തിരിച്ചെത്തിയത്. 2023 മാർച്ച് 18 തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ പാതിമയക്കത്തിൽ കിടക്കുമ്പോൾ യുവതിയെ അറ്റൻഡറായ AM ശശീന്ദ്രൻ പീഡിപ്പിച്ചതായാണ് പരാതി. ഇയാളെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. കേസിന്റെ വിചാരണ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറുമായ ആൽബിൻ പ്രജി എന്ന പ്രജീഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് ഒരാൾ കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ പ്രജീഷ് എന്ന ആൽബിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ പയ്യന്നൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 16 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും. എന്തായാലും ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലുള്ള ആളുകളും ഇത്തരത്തിൽ ഈ കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാലും ഈ ഒരു അപരിചിതനായ ഒരാൾ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഓടുന്നത് കണ്ടതോടുകൂടിയാണ് മാതാവിന് സംശയം വന്നത്. ഇതിനെ തുടർന്ന് ഈ വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുകയായിരുന്നു. ഈ വിശദമായ കൗൺസിലിങ്ങിലാണ് ഈ കുട്ടി ഒടുവിൽ ഇത്തരത്തിൽ താൻ 2 വർഷമായി ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പറയുന്നത്. എന്തായാലും പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ചന്ദേര പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തൊട്ട് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വരെ പ്രതിയായി എന്നത് തന്നെയാണ്. എന്നാലും യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് ഈ കേസിൽ പ്രതിയാണ്. അതോടൊപ്പം ബേക്കൽ AEO ഈ കേസിൽ പ്രതിയാണ്. മറ്റൊരാൾ ഈ ഫുട്ബോൾ കോച്ചും അതുപോലെ തന്നെ മുൻ RPF ഉദ്യോഗസ്ഥരുമായ ഒരാൾ ഈ കേസിൽ പ്രതിയാണ്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂത്ത് ലീഗ് പ്രവർത്തകനെയാണ് ഇനി അറസ്റ്റിലാകാനുള്ളത്. ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. തിരുവനന്തപുരം ശ്രീകാര്യത്ത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവും ഒത്താശ ചെയ്ത യുവതിയും അറസ്റ്റിൽ. നെയ്യാറ്റിൻകര മാറനല്ലൂർ സ്വദേശികളായ ഷിർഷാദ്, സീത എന്നിവരെയാണ് പോക്സോ കേസിൽ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ 6 വയസ്സുകാരിയാണ് ഷിർഷാദ് പീഡിപ്പിച്ചത്. അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയായ സീതയുടെ സുഹൃത്താണ് ഷിർഷാദ്. അടുത്തുള്ള താമസക്കാരിയായതിനാൽ പരിചയമുള്ള കുട്ടി കളിക്കാനായി എത്തിയപ്പോഴാണ് ഷിർഷാദ് പീഡിപ്പിച്ചത്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കാസർഗോഡ് 15കാരിയെ പീഡിപ്പിച്ച മുത്തച്ഛൻ പിടിയിൽ. അമ്പലത്തറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി അമ്മയുടെ വീട്ടിലാണ് താമസം. ഭയം കാരണം കുട്ടി വിവരം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. എന്നാൽ അധ്യാപകൻ വഴി അറിഞ്ഞ ചൈൽഡ് ലൈൻ അധികൃതർ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്.
അരുന്ധതി റോയിയുടെ പുസ്തകത്തിന്റെ കവർ പേജിലെ പുകവലി ചിത്രത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. അരുന്ധതി റോയിയോടും പുസ്തക പ്രസാധകരോടുമാണ് കോടതി വിശദീകരണം തേടിയത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും മറുപടി നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. പുകവലിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകാത്തത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ രാജസിംഹൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കൂടുതൽ വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, വിവരങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരുന്ധതി റോയിയുടെ പുസ്തകത്തിന്റെ കവർ പേജിലെ പുകവലി ചിത്രം അതിനെതിരാണ് അഡ്വക്കേറ്റ് രാജസിംഹൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പുകവലിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകാത്തത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹർജി. അരുന്ധതി റോയിയോടും ഒപ്പം തന്നെ പുസ്തകത്തിന്റെ പ്രസാധകരോടും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ മറുപടി നൽകാനാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ശരി പ്രകാശ്. US ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്ക് 0.25% കുറച്ചു. ഈ വർഷം ആദ്യമായാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഈ വർഷം 2 തവണ കൂടി നിരക്ക് കുറയ്ക്കുമെന്നും 2026 1 തവണ കൂടി നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതായും അധികൃതർ ബുധനാഴ്ച അറിയിച്ചു. US-ൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതെന്നാണ് ഫെഡ് റിസർവ് ചെയർപേഴ്സൺ ജെറോം പവലിന്റെ വിശദീകരണം. വാഹന, വ്യക്തിഗത, വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് തീരുമാനം. അതേസമയം പലിശ നിരക്ക് കുറയുന്നത് ഡോളറിലെ നിക്ഷേപം കുറച്ചേക്കുമെന്നും സൂചനയുണ്ട്. രൂപയുടെ മൂല്യത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 88.01 എത്തി 16 പൈസയുടെ നഷ്ടമാണ് സംഭവിച്ചത്. 87.93 ആയിരുന്നു വ്യാപാരം ആരംഭിച്ചപ്പോഴുള്ള നില. ഇത് പിന്നീട് കുറയുകയായിരുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം ആകും എന്നായിരുന്നു വിലയിരുത്തലെങ്കിലും ആദ്യഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലും കുറവുണ്ടായി. പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് താഴ്ന്നത്. ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 81,520 രൂപയും ഗ്രാമിന് 10,190 രൂപയുമാണ് വില. വെള്ളി വിലയിലും ഇന്ന് കുറവുണ്ടായിട്ടുണ്ട്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് ഗസയിൽ ഇസ്രയേലിന്റെ കര-വ്യോമ ആക്രമണം തുടരുകയാണ്. ഗസയിൽ നിന്നും നിരവധി ആളുകൾ പലായനം ചെയ്തു. പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക്. ഐക്യരാഷ്ട്രസഭയടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. ഇസ്രയേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയെന്ന് ഗസയിൽ സേവനം അനുഷ്ഠിക്കുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ പറഞ്ഞു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ല. ഒരു വഴിയുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണെന്നും ഡോക്ടർ സന്തോഷ് ന്യൂസ് 18നോട് പറഞ്ഞു. കെട്ടിടത്തിനകത്ത് പരിക്കേറ്റ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾക്കാരെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. കാരണം അവരെ കുറിച്ച് കണക്കെടുക്കാനോ അവരെവിടെയാണെന്നോ നോക്കാൻ പോലും അതിനെ രക്ഷപ്പെടുത്താനോ ഒന്നും പോലും കഴിയുന്നില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും എത്തുന്ന ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് കെട്ടിടത്തിനകത്ത് കുടുങ്ങി കിടക്കുന്നവരും പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒന്നും തന്നെയില്ല. ആശുപത്രികൾക്കകത്ത് ഇതുപോലെ ഭീഷണി വരുമ്പോൾ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ആൾക്കാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഓടാനല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ്. പട്ടിണി കൊണ്ട് മരണം മാത്രമല്ല, അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. കാരണം ഭക്ഷണം ഇല്ല. എന്തെങ്കിലും ചെറിയ ഭക്ഷണമുള്ള ആൾക്കാരിൽ നിന്നും ഭക്ഷണം പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളടക്കം മരിച്ചു വീഴുന്നുണ്ട്. കുട്ടികളെ നോക്കാൻ ആളില്ലാതാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും മിഥുൻ, ഗസയിലെ ജനങ്ങളുടെ ജീവിതം അതീവ ദുരിതമായി തുടരുകയാണ്. ഇപ്പോഴും ആക്രമണം തുടരുകയാണല്ലേ അവിടെ?